63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. വിവിധ വേദികളിലായിട്ട് വിവിധ തരം മത്സരങ്ങൾ 2ാം ദിവസവും ഇങ്ങനെ പൊടിപൊടിക്കുകയാണ്. ജോസഫ് ഉണ്ട് അവിടെ ഒരു അതിഥിയുമായിട്ട്. ജോസഫ്, ആരാണ് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്? ആതിര അതിഥി മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം വയനാടുകാരിയാണ്. വയനാട്ടുകാരി ലളിതഗാനത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ആളുകൂടിയാണ്. നമുക്ക് പരിചയപ്പെട്ട എന്താണ്? മിൻഹ. ആദ്യമായിട്ടാണോ കലോത്സവ വേദിയിലേക്ക് എത്തുന്നത്? അല്ല, ഞാൻ ഈ റീസെന്റ് 3 വർഷമായി. ഇപ്പോൾ 10, 11, 12 ഈ ക്ലാസ്സിൽ ഇങ്ങനെ 3 വർഷമായി. ലൈറ്റ് മ്യൂസിക്കിന് വരുന്നു, ഒപ്പനയ്ക്ക് വരുന്നു. കഴിഞ്ഞ 2 വർഷം മാപ്പിളപ്പാട്ടിനുണ്ടായിരുന്നു. അപ്പോൾ ഒരു സകലകലാ വല്ലഭ കൂടിയാണ് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നത്. വയനാട് എവിടെയാണ് വീട്? വയനാട് കമ്പളക്കാട്, കൽപ്പറ്റയാണ് പ്രോപ്പർ. ഇപ്പോൾ വീട് വെച്ച് കമ്പളക്കാട് മാറി. അപ്പോ നമുക്ക് ആദ്യം തന്നെ മിൻഹ ഫാത്തിമയുടെ ഒരു കലക്കൻ വളരെ മനോഹരമായിരുന്നു. ഈ ലളിതഗാനത്തിന് ഇത്രത്തോളം മധുരമുണ്ട് എന്ന് മനസ്സിലായത് തന്നെ ഈ മിൻഹ ഫാത്തിമയുടെ ഈ ഗാനം കേട്ടപ്പോൾ തന്നെയാണ്. വളരെ ഹൃദയ ഭരിതമായി ആലാപന ശുദ്ധിയോട് കൂടി തന്നെയൊക്കെ പാടി. വളരെ സന്തോഷമുണ്ട്. കേരള വിഷൻ ന്യൂസിന്റെ പ്രേക്ഷകർക്കായിട്ട് ഈ ഗാനമാണോ ഈ മത്സരത്തിൽ മറ്റൊരു സിനിമാ ഗാനം ഞങ്ങൾക്ക് വേണ്ടി പാടാൻ പറ്റുമോ? മലയാളം പാട്ട്. തീരാവേനലും പ്രാണന്റെ വിങ്ങും നീറലും പെണ്ണെ നിൻ കയ്യാൽ തൊട്ടതും ദൂരെ പോയി മായയായി കൊന്തക്കിലങ്ങും എന്നിലെ കുഞ്ഞു കഴുത്തിൻ പിറകിൽ നീ ഒന്നു തൊടുമ്പോൾ ഞാൻ വെറുതെ ഒത്തുപോയി നാണമായി വിടാതെ നീലത്തലോടലായി കിടാതെ വാഴ്വിൻ ദീപമാണു നീ. ഇടം വലം നടന്നിടാം ദൂ 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 ദൂ. ആദ്യ ഗാനത്തിനേക്കാൾ മധുരം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും അതിനേക്കാൾ മധുരം, പാടും തോറും മധുരമായിക്കൊണ്ടിരിക്കുന്ന ഗാനങ്ങളാണ് മിൻഹ ഫാത്തിമയുടെ. എന്തായാലും മറ്റൊരു സംശയം കൂടിയുണ്ട്. എന്തെന്നറിയോ? അതായത് ഒപ്പന കലാകാരി കൂടിയാണല്ലോ. അപ്പൊ ഒപ്പനയ്ക്ക് ചൂട് വെക്കാനും താളം പിടിക്കാനുമാണോ ഇഷ്ടം, അതിന് പാട്ട് പാടാനാണോ ഇഷ്ടം? കളിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ പാടാനാണ് ഇഷ്ടം. പാട്ട് പാടാനാണ് ഇഷ്ടം. എന്തായാലും ചൂട് വെക്കുന്നുണ്ട് എങ്കിൽ താളം പിടിക്കുന്നുണ്ട് എങ്കിൽ പോലും പാട്ട് കഴിഞ്ഞിട്ട് എന്തുള്ളൂ എന്നാണ് പറയുന്നത്. ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ ആരാ? പാട്ടുകാരൻ ആണോ? പാട്ടുകാരൻ എന്ന് വെച്ചാ മലയാളത്തിലായാലും കുറെ പേരുണ്ട്. അങ്ങനെ ഒരു വ്യത്യാസങ്ങളും ഇല്ല, എല്ലാവരും ഇഷ്ടമാണ് അല്ലെ? എല്ലാവരും ഇഷ്ടം. പാട്ടുകാരിയോ? പാട്ടുകാരി പറഞ്ഞ ശ്രേയാജി, പിന്നെ പാട്ടുകാരൻ പറഞ്ഞ അർജിത് സിംഗ്. പാട്ട് കേട്ടപ്പോൾ ആദ്യം എന്റെ മനസ്സിലേക്ക് വന്നത് ശ്രേയാ ഘോഷാലിനെ പോലെ ശബ്ദമുള്ള ആള് എന്നാണ്. ഇതിനു മുമ്പ് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ?
ഇത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊരു ആദ്യം ഒരു തുടക്കമായിട്ട് ശ്വേത ജോസഫ് അങ്ങനെയാണ് പറഞ്ഞോളൂ എന്നാല്. വലിയൊരു പാട്ടുകാരിയായി ഭാവിയിൽ മാറട്ടെ എന്ന് പറഞ്ഞിട്ട് തീർച്ചയായും. അതിന് ജോസഫ് പറഞ്ഞോളൂ, ശ്രേയ ഘോഷാൽ പാടുന്നത് പോലെ ഉണ്ടെന്ന്. അതെ, ശ്രേയ ഘോഷാൽ പാടുന്നതിനേക്കാൾ മനോഹരമായി എനിക്ക് ഈ ഗാനങ്ങൾ കേട്ടപ്പോൾ തോന്നി എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. കാരണം ലളിതഗാനത്തിന് ഇത്രത്തോളം മധുരമുണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ ലളിതഗാനത്തിൻ്റെ മധുരം മൊത്തം നിറച്ച തന്നെയാണ് ഈ മിൻസ ഹാത്തിമ പാടിയിട്ടുള്ളത്. അച്ഛനുണ്ടല്ലേ കൂടെ? ഉപ്പുണ്ട് കൂടെ. അച്ഛനെ ഒന്ന് നമുക്ക് കുടിച്ചാലോ? ഈ 3-ാം തവണയാണ് കലോത്സവ വേദിയിൽ മകളോടൊപ്പം എത്തുന്നത്. അതെ അതെ, തീർച്ചയായും സന്തോഷം, ഒരുപാട് സന്തോഷം. ഈ കലാജീവിതവും ഈ പഠനമൊക്കെ എങ്ങനെയാണ് ഈ മോള് കൊണ്ടുപോകുന്നത്? രണ്ടോടും നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. കോംപ്രമൈസ് ഇല്ല. പിന്നെ ഞങ്ങൾ പ്രോഗ്രാമിന് പോക്കുന്നുണ്ട്, പ്രോഗ്രാം ചെയ്യലുണ്ട്. എന്നോട് മഴവിൽ മനോരമ ഫ്ലവേഴ്സിലൊക്കെ മറ്റേ പാടിയിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, നമ്മളിപ്പോ ഒപ്പന ഉണ്ട്. ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യാത്ത ആളാണ് മിൻസ ഹാത്തിമ. അത് പഠനത്തിന്റെ കാര്യത്തിലാണേലും അതെ, പാട്ടിന്റെ കാര്യത്തിലാണേലും അതെ, ഒപ്പനയുടെ കാര്യത്തിലാണേലും അതെ. അതുപോലെ തന്നെ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. പിന്നെ ഓരോ സ്കൂളും നല്ല സപ്പോർട്ടാണ്. WHSS പെണങ്ങോട് ഹയർ സെക്കൻഡറി, പിന്നെ സ്കൂളും നല്ല സപ്പോർട്ടാണ്. സ്കൂളുകാരുടെയും എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. എന്തായാലും മത്സരങ്ങൾ അതിന്റെ ആവേശം ഒട്ടും കുറയാതെ ഈ വേദികളിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രധാന വേദിയിൽ ഒപ്പനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്തിച്ചേരുന്നുണ്ട്. ജോസഫ് അതിഥിയായി എത്തുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഒപ്പന ആസ്വദിക്കാം.